നമസ്കാരം. ടീം മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ തിരിച്ചടി നേരിട്ടിട്ടും ഇന്ത്യൻ വിപണി ഇന്നൊരു നേട്ടത്തോടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇന്നത്തെ വിപണിയുടെ ഒരു വിശകലനങ്ങളും നാളത്തെ സാധ്യതകളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനം പങ്കുവയ്ക്കുന്നത്. അപ്പം ആദ്യം ഇന്നത്തെ വിപണിയുടെ ഒരു പ്രകടനം അല്ലെങ്കിൽ വിശകലനം ഒന്ന് നോക്കുകയാണെങ്കിൽ പ്രധാന ഓരോ സൂചികളും നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്ന് തിരിച്ചടി നേരിട്ടിട്ടുമാണ് പ്രധാന സൂചികളായ NSE നിഫ്റ്റിയും BSE സെൻസെക്സും നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മാർച്ച് ക്വാർട്ടർ റിസൾട്ടുകൾ പ്രഖ്യാപിച്ച കൊടക് മഹീന്ദ്ര ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നേരിട്ട തിരിച്ചടിയാണ് ബാങ്കിങ് ഓഹരികൾ അല്ലെങ്കിൽ ബാങ്കിങ് സൂചികയിൽ ഒരു ചാഞ്ചാട്ടത്തിലേക്ക് തള്ളിവിട്ടത്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇടയ്ക്ക് മാർക്കറ്റിലും കാണാനായത്. പിന്നത്തെ ഒരു വ്യാപാരത്തിനൊടുവിൽ തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ നോക്കുകയാണെങ്കിൽ NSE മുഖ്യ സൂചിക നിഫ്റ്റി 114 പോയിൻറ്റ് നേട്ടത്തോടെ 24,461 ക്ലോസ് ചെയ്തു. അതായത് 24,450 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. BSE സെൻസെക്സ് ആകട്ടെ 295 പോയിൻറ്റ് ഉയർന്ന് 80,797, അതായത് 80,800 നിലവാരങ്ങളിലേക്ക് മുന്നേറി ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചിക നോക്കുകയാണെങ്കിൽ 1%-ലധികമുള്ള നേട്ടവും നിഫ്റ്റി മിഡ് ക്യാപ് സൂചികയായിട്ട് ഏകദേശം 2%-ലുള്ള നേട്ടവും ഇന്ന് സ്വന്തമാക്കിയിട്ടുണ്ട്. NSE സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ 3 ഒഴികെ ബാക്കിയുള്ളവയെല്ലാം നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഇടയ്ക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്ത മഹീന്ദ്രയുടെ ആ ഒരു നേട്ടത്തോടെ ഉള്ളൊരു പശ്ചാത്തലത്തിലാണ് നിഫ്റ്റി ഓട്ടോ ഏകദേശം 2%-ലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി FMCG ആകട്ടെ 1.22% നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി മെറ്റൽ 1%-ത്തോളം ഉള്ളതും നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 1.7% ഒരു നേട്ടമുണ്ട്. ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് റിലയൻസ് ഓഹരികളിലൊക്കെ ഒരു നേട്ടമാണ് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസിനെ മുകളിലോട്ട് നയിച്ചത്. നിഫ്റ്റി ഹെൽത്ത് കെയർ നോക്കുകയാണെങ്കിൽ 1%-ത്തോളം നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസും 0.95, ഏകദേശം 1%-ത്തോളം നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതേ താരതമ്യേന മികച്ച നേട്ടത്തോടെയാണ് ഈ പറഞ്ഞ സെക്ടർ ഇൻഡസ്ട്രീസുകളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാം. മറുവശത്ത് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കിലാണ് ഒരു ഗണ്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു നേരിയ തോതിലാണെങ്കിലും ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിഫ്റ്റി PSE ബാങ്ക് ഏകദേശം ഫ്ലാറ്റായിട്ട് ചെറിയ മൈനസിലുള്ള ഒരു ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ ഒരു ട്രേഡിങ്ങിനിടെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മാർച്ച് ഭാഗഫലം പ്രസിദ്ധീകരിച്ച മഹീന്ദ്രയുടെ നോക്കുകയാണെങ്കിൽ താരതമ്യേന മികച്ച നേട്ടമാണ് ഇന്ന് ഇൻട്രാഡേ ബേസിലും സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർച്ച് ക്വാർട്ടർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അറ്റാദായം വാർഷികം 22% നേട്ടത്തോടെ സ്റ്റാൻഡ് ലോൺ നെറ്റ് പ്രോഫിറ്റാണ് 2,437 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. വാർഷികം 22% വർധനവ്. ഓപ്പറേഷൻസ് അല്ലെങ്കിൽ വിറ്റുവരവ് നോക്കുകയാണെങ്കിലും 24% നേട്ടത്തോടെ 31,609 കോടിയായിട്ടും ജനുവരി മാർച്ചിലുള്ള ത്രൈമാസ കാലയളവിലെ വരുമാനമായിട്ട് മഹീന്ദ്ര രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ബെറ്റർ റിസൾട്ടാണ്. ഇതിനോടൊപ്പം തന്നെ ഡിവിഡൻറ്റും ഓരോ ഓഹരിക്ക് 25 രൂപ 30 പൈസ വീതമുള്ള ഡിവിഡൻറ്റും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജൂലൈ 4. അപ്പം ഇതിനെ തുടർന്നാണ് നിഫ്റ്റി ഓട്ടോയിലേക്ക് ഒരു ഉണർവുണ്ടായത്. ഇന്നത്തെ ഒരു ഇൻഡെക്സിൻ്റെ നേട്ടത്തിലേക്കും 18 പോയിൻറ്റോളം മഹീന്ദ്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. ഇനി ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ബെഞ്ച് മാർക്ക് ഇൻഡിസസ് നിഫ്റ്റി സെൻസെക്സായിട്ട് കമ്പയർ ചെയ്യും. ബ്രോഡർ മാർക്കറ്റ് ഇച്ചിലൂടെ സെൻറ്റിമെൻറ്റ്സ് സ്ട്രോങ് ആയിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ച മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡിസസിലും നമുക്ക് കാണാൻ കഴിയും ലാർജ് ക്യാപ് ഇൻഡിസസ് അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡിസസിനെക്കാട്ടും മുകളിലുള്ളൊരു നേട്ടം കരസ്ഥമാക്കിയിട്ടത് കാണാം. അപ്പോൾ ബ്രോഡർ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഇച്ചിലൂടെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് പ്രകടമാണ്. NSE ഇന്ന് വ്യാപാരം ചെയ്യപ്പെട്ട 2,984 ഓഹരികളിൽ 2,023 നേട്ടത്തോടെ ക്ലോസ് ചെയ്തു. 865 ഓഹരികൾ മാത്രമാണ് നഷ്ടം നേരിട്ടത്. അപ്പോൾ ഒരു അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ ഒരു 3 ടൈംസ് ഉള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. 96 ഓഹരികളിലാണ് അൺചേഞ്ച്ഡായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് 52 വീക്ക് ഹൈ ലോയും ഉള്ളതിന് നോക്കുകയാണെങ്കിൽ 29 ഓഹരികൾ ഒരു വർഷക്കാലയളവിൽ ഉയർന്ന നിലവാരം തിരുത്തി കുറിച്ചിട്ടുണ്ട്. 32 ഓഹരികൾ താഴ്ന്ന വില നിലവാരവും ഒരു വർഷത്തിനിടയിൽ താഴ്ന്ന നിലവാരത്തിലേക്കും വീണിട്ടുണ്ട്. 94 ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലും NSE 66 ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരത്തിലുമാണ് ഇന്നത്തെ വ്യാപാരം പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ച ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓഹരികളിലെയും അദാനി ഗ്രൂപ്പ്, മഹീന്ദ്ര ITC തുടങ്ങിയ ഓഹരികളിലെയും ഒരു നേട്ടം തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. HDFC ബാങ്ക് ആകട്ടെ ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു മുന്നേറ്റത്തിൽ 20 പോയിൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് ആകട്ടെ 14 പോയിൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അദാനി ഗ്രൂപ്പ് ഓഹരികളിലെ ഒരു മുന്നേറ്റം അതിൽ നിഫ്റ്റി ഇൻഡെക്സിൽ ഇതായിട്ടുള്ള അദാനി പോർട്ടായാലും അദാനി എൻ്റർപ്രൈസസ് ആയാലും രണ്ടും ചേർന്ന് 22 പോയിൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദാനിയുമായി ബന്ധപ്പെട്ട അമേരിക്കയിൽ നടന്ന നിയമ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഡൊണാൾഡ് ട്രംപിനെ അദാനിയുടെ പ്രതിനിധികൾ കണ്ടു എന്നുള്ളൊരു വാർത്ത വന്നതാണ് ഇന്ന് അദാനി ഓഹരികളിലൊരു മുന്നേറ്റം പ്രകടമായത്. അദാനി പോർട്ട് അല്ലാതെ തന്നെ ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ല നേട്ടത്തിലായിരുന്നു. ബെറ്റർ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. പിന്നെ മഹീന്ദ്ര
നോക്കുകയാണെങ്കിലും 19 പോയിൻ്റ് ഇന്ന് നിഫ്റ്റിയുടെ റാലിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ITC 14 പോയിൻറ്റും. അപ്പോൾ ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓഹരികളിലെ ഒരു അദാനി ഗ്രൂപ്പ് ഒരു ഓഹരികളിലെ ഒരു മുന്നേറ്റം നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിദേശ നിക്ഷേപകരുടെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ 12 ദിവസങ്ങൾ തുടർച്ചയായി FIIs ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ഓഹരികൾ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 12 ദിവസം കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇതൊരു അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞൊരു ദിവസങ്ങൾ വരെ നോക്കുകയാണെങ്കിൽ 40,145 കോടി രൂപയുടെ ബൈയിങ്ങാണ് കഴിഞ്ഞ 12 ദിവസങ്ങൾ തുടർച്ചയായി അവർ വാങ്ങിയിട്ടുള്ളത്. ഇതൊരു കഴിഞ്ഞ 2 വർഷങ്ങളിടയിൽ നോക്കുമ്പോൾ ലോങ്സ്റ്റ് ബൈയിങ് സ്ട്രീക്കായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ക്രൂഡ് ഓയിൽ വില ഇടിവ് ഇന്ത്യൻ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. കാര്യം 85% നമ്മൾ ഇറക്കുമതി ആശ്രയിക്കുന്ന ഒരു കമ്മോഡിറ്റിയാണത്. അപ്പം ക്രൂഡ് ഓയിൽ വില ഇടിവ് ഇന്ത്യക്ക് പല വിദേശ നാണ്യം ലാഭിക്കാം, അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റൊക്കെ കുറയ്ക്കാൻ അത് ഒരു മാക്രോ എക്കണോമിക് ലെവലിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊരു സെൻറ്റിമെൻറ്റ്സ് ആണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ വില ഇടിവ് അപ്പം കഴിഞ്ഞ വീക്കെൻഡിൽ OPEC രാജ്യങ്ങൾ റഷ്യയും കൂടെ ചേർന്നുള്ള OPEC പ്ലസിൽ ആ ഒരു യോഗത്തിൽ അവരൊരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമെന്ന്, അല്ലെങ്കിൽ സപ്ലൈ ബൂസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു വാർത്തയാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ 60 താഴേക്കൊക്കെ പോയത്. അപ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റ് സമയം ക്രൂഡ് ഓയിൽ എത്ര വലിയ താഴുന്നതോ അത്രത്തോളം അത് പോസിറ്റീവുള്ള ഘടകമാണ്. പിന്നെ വെള്ളിയാഴ്ചത്തെ ഒരു US വീണ്ടും ക്ലോസിങ്ങും ഒക്കെ ഒരു പോസിറ്റീവിലായിരുന്നതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിലാണ് നമുക്കൊരു പോസിറ്റീവിനൊരു ഓപ്പണിംഗ് കിട്ടിയത്. ഒരു തുടക്കത്തിലൊരു മുന്നേറ്റം കണ്ടു, പിന്നെ റേഞ്ച് ബൗണ്ടായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് കണ്ടത്. എന്നാലും നേട്ടത്തിൽ തുടരാൻ സഹായിച്ച ഘടകങ്ങൾ ഇതൊക്കെയാണ്. ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഓഹരികളിലെ ഒരു ബൈയിങ്, വിദേശ നിക്ഷേപകരുടെ ഭാഗത്തുള്ള സപ്പോർട്ട്, ക്രൂഡ് ഓയിൽ വിലയിടിവ്, കഴിഞ്ഞ ദിവസങ്ങളിലെ US വിപണികളിലെ ഒരു അല്ലെങ്കിൽ ആഗോള വിപണികളിലെ ഒരു പോസിറ്റീവ് ക്ലോസ്, പിന്നെ ഒരു ഗ്ലോബലായിട്ട് തന്നെ നോക്കുമ്പോൾ US ചൈന തമ്മിലുള്ള ട്രേഡ് ടെൻഷനൊക്കെ ഈസി ചെയ്യുന്നതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ വരുന്നത്. പിന്നെ ഇന്ത്യയും US തമ്മിലൊരു ഉഭയകക്ഷി വ്യാപാര ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് നടക്കും എന്നുള്ള ഒരു അതിലുള്ള ഒപ്റ്റിമിസം, അതിലുള്ള ശുഭാപ്തി വിശ്വാസമൊക്കെയാണ് മാർക്കറ്റിനെ നയിക്കുന്നത്. അപ്പം ഇനി വിപണിയിൽ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ നമ്മളുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ, അത് നിഫ്റ്റി അല്ലെങ്കിൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് സെപ്റ്റംബർ 2024 മുതൽ 2025 മാർച്ച് വരെയുള്ള ആ ഒരു കാലയളവിൽ ഒരു കൺസോൾട്ടേഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 50% നഷ്ടം റിക്കവർ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പം നിഫ്റ്റിയുടെ ഇന്നത്തെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ഓപ്പണിംഗ് കണ്ടു. അതിനുശേഷം ഒരു ചെറിയൊരു സെൽ ഓഫ് വരുന്നു. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സോണുകളിൽ നിന്നും ഒരു പിന്തുണ പിടിച്ച് നിൽക്കുകയും പിന്നെ ഒരു റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഇവൻച്വലി നമ്മൾ നോക്കുമ്പോൾ സെഷൻസ് അതായത് ഇന്നത്തെ ഒരു സെഷൻ 24,461 114 പോയിൻ്റ് നേട്ടത്തോടെ ക്ലോസ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇപ്പോൾ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്മോൾ ബുള്ളിഷ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻട്രാഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അപ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആ ഫോർമേഷൻ ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. രണ്ടും പോസിറ്റീവുള്ള ഘടകം തന്നെയാണ്. പക്ഷേ ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇൻഡെക്സിന് അല്ലെങ്കിൽ നിഫ്റ്റിക്ക് 24,500 നിലവാരങ്ങളിൽ അഭേദിച്ച് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാളെ ആയാലും 24,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഉയരങ്ങളിലേക്ക് ഉള്ള കുതിപ്പ് തുടരും. 24,630 ടെസ്റ്റ് ചെയ്യാം. അതേസമയം മറിച്ച് ഒരു സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ 24,360 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത. അല്ലെങ്കിൽ നിഫ്റ്റിയുടെ തൊട്ടടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 24,360. അതേസമയം അങ്ങനെ 24,250 എന്നുള്ള നിലവാരം തകർക്കപ്പെടുന്നുണ്ടെങ്കിലാണ് നമുക്കൊരു വീക്ക്നെസ്സിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കരുതേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നോക്കുമ്പോൾ 300 പോയിൻറ്റിൻ്റെ ഒരു റേഞ്ചിനുള്ളിലാണ് നിഫ്റ്റി തങ്ങി നിൽക്കുന്നത്. ഏകദേശം ഏപ്രിൽ 25 ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 24,200 24,550 600 ഇടയിലുള്ള ഒരു 300-350 പോയിൻ്റ് ഇടയിലാണ് നിഫ്റ്റി തങ്ങി നിൽക്കുന്നത് കാണാം. പ്രധാനമായിട്ടും പഹൽഗാം ഭീകരാക്രമണങ്ങളൊക്കെ വന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് റീറ്റാലിയേഷൻ എങ്ങനെ ആവും എന്നൊക്കെയുള്ളൊരു കൺസേൺസ്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെയാണ് മാർക്കറ്റിനെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞൊരു ഒരാഴ്ചയിലേറെയായി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണി ഒരു 300 പോയിൻ്റ് ഇടയ്ക്കുള്ളിലാണ് നിൽക്കുന്നത് കാണാം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ 24,250 തകർക്കപ്പെടുന്നുണ്ടെങ്കിലാണ് ഒരു വീക്ക്നെസ്സിൻ്റെ സൈനായിട്ട് ഒരു ആദ്യ സൈനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ 23,850 എന്നുള്ള നിലവാരം തകരുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ആദ്യം സൂചിപ്പിച്ച വീക്ക്നെസ്സിന് നമുക്ക് കൺഫർമേഷനായിട്ട് പറയാൻ കഴിയത്തുള്ളൂ. പക്ഷേ 24,200 24,000 എന്ന് പറഞ്ഞാൽ ഒരു സോണിൽ നിന്നും ശക്തമായ സപ്പോർട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആയതിനാൽ ഒരു നിലവിൽ കോഷ്യസ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ഒരു അപ്രോച്ച് തന്നെ സ്വീകരിക്കുന്നതായിരിക്കും അഭികാമ്യം. 24,200 മുകളിൽ നിഫ്റ്റി തുടരുന്നതോളം ഒരു ബുള്ളിഷ് ഒരു ഔട്ട്ലുക്ക് നമുക്ക് കീപ്പ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇനി മുന്നോട്ടുള്ള ഒരു ബുള്ളിഷ്നെസ്സിനും ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ 24,550 മുകളിൽ ഒരു ക്ലോസിംഗ് വേണം. ഡിസിസീവ് ആയിട്ടുള്ളൊരു ഒരു സ്ട്രോങ് ക്ലോസ് വേണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീട്രേസ്മെൻറ്റ് ഏരിയ കൂടിയാണത്. അപ്പം നമുക്ക് എന്തായാലും സൂചിപ്പിച്ച് വെക്കാനുള്ളത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്.
ഒരു കോഷ്യസ് ആയിട്ട് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമുക്ക് തുടരാമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ബോർഡർ ടെൻഷൻസ് ഉള്ളതും US ഫെഡറൽ റിസർവിൻ്റെ ഔട്ട്കം 6-നും 7-നുമായിട്ട് വരാനുള്ളത് കൊണ്ടും ഒക്കെ ഒരു കോഷ്യസ് അപ്രോച്ചിൽ തന്നെ ബുള്ളിഷ് ഔട്ട്ലുക്ക് പിന്തുടരാമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല ദിനാവശ്യം നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.